ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഇന്ത്യ യു എസ് ട്രേഡ് റിലേഷൻസ് ഇപ്പോഴും ചൈനയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻസ് പോലെ അത്ര ഒരു ആശങ്കയിൽ അല്ലെങ്കിൽ കുഴപ്പത്തിലായിട്ടില്ല. ട്രംപിന്റെ ഭീഷണി നമ്മുടെ ട്രേഡ് ടാരിഫിനെ കുറിച്ചൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇതുവരെ ഇന്ത്യയെ അതിൻ്റെ ഒരു ഓർബിറ്റിൽ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടില്ല. ചൈനയ്ക്കെതിരെ, അതുപോലെ തന്നെ കാനഡ, മെക്സിക്കോ ഈ രാജ്യങ്ങൾക്കെതിരെയൊക്കെ ട്രംപ് താരിഫ് ചുമക്കുകയും അതൊക്കെ നിലവിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചൈനയ്ക്ക് തീർച്ചയായിട്ടും അതേ പിന്നെ നാണയത്തിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കുവാനും അല്ലെങ്കിൽ അവർക്കതിനെ അതേ അളവിൽ തന്നെ റിയാക്ട് ചെയ്യാനും ഒക്കെയുള്ള കപ്പാസിറ്റി വെർബലായിട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടും ഇക്കണോമിക്കായിട്ടും ഒക്കെ ഉണ്ടെന്നിരിക്കെ ഇന്ത്യക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അമേരിക്ക നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ട്രംപ് നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ തിരിച്ച് നമുക്ക് അതുപോലെ ഭീഷണിയുടെ സ്വരം മുഴക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. പൊതുവെ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി അനുസരിച്ച്, പ്രത്യേകിച്ച് വിസവി അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കങ്ങനെ ഭീഷണിയുടെ സ്വരമൊന്നുമില്ല. നമ്മളത് കൂടുതലും സമവായത്തിലൂടെ, ചർച്ചയിലൂടെ ഒക്കെ പരിഹരിക്കുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയൊക്കെയാണ് പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ അത് തന്നെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ട്രംപിന്റെ ഇറക്കുമതി താരിഫുകൾ അല്ലെങ്കിൽ ഈ തത്തുല്യമായിട്ടുള്ള റെസിപ്രോക്കൽ ടാരിഫിനെ കുറിച്ച് ട്രംപ് പറയുകയും, അതായത് ഏത് രാജ്യമാണോ ഏത് രാജ്യം ഏത് ഉൽപ്പന്നത്തിന്റെ മേളിലാണോ അമേരിക്കക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ച് ആ രാജ്യത്തിനെതിരെ ടാരിഫ് ഏർപ്പെടുത്തും എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അപ്പൊ അങ്ങനെ റെസിപ്രോക്കൽ ടാരിഫ് അല്ലെങ്കിൽ തത്തുല്യ ഇറക്കുമതി ചുങ്കം ടാരിഫ് ട്രംപ് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ചില മേഖലകളാണ് ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, സ്റ്റീല്. അപ്പൊ ഇങ്ങനെയുള്ള ചില മേഖലകളെ അത് വളരെ സാരമായി ബാധിക്കുമെന്നുള്ളതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തത്തുല്യ ഇറക്കുമതി ചുങ്ക ഭീഷണികൾ, അത് റെസിപ്രോക്കൽ ടാരിഫ്, അത് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും ആശങ്ക ഉണ്ടാക്കുന്നതും ഇന്ത്യൻ വ്യവസായ മേഖലയിൽ, പ്രത്യേകിച്ച് ഓട്ടോ, ഇലക്ട്രോണിക്, സ്റ്റീൽ മേഖലയിൽ. അപ്പൊ അത് വളരെയധികം ട്രംപ് അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇന്ത്യക്കെതിരെ എടുക്കുകയാണെങ്കിൽ അത് വലിയ വിഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത കണക്കിലാക്കണം. ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ അമേരിക്കയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന, അതായത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഓട്ടോമൊബൈൽസിന്റെ മുകളിൽ, വാഹനങ്ങൾക്ക് മുകളിൽ വലിയ ചുങ്കമാണ് അല്ലെങ്കിൽ വലിയ നികുതിയാണ് ചുമത്തുന്നത് എന്നുള്ളൊരു വലിയ പരാതി അല്ലെങ്കിൽ വിമർശനം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കണക്കിലെടുത്ത് ട്രംപ് തിരിച്ച് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്ന വാഹനങ്ങൾക്ക് മുകളിലും മറ്റു ഉൽപ്പന്നങ്ങൾക്ക് മുകളിലും ചുങ്കം ചുമത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ വ്യവസായത്തിന്, പ്രത്യേകിച്ച് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഓട്ടോമൊബൈൽ എങ്കിൽ ഓട്ടോമൊബൈൽ, സ്റ്റീൽ ഓൾറെഡി നമ്മളിവിടെ വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ്. കാരണം ചൈനയിൽ നിന്നുള്ള വൻതോതിലുള്ള ഡംപിങ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുത്തെ സ്റ്റീൽ വ്യവസായം വളരെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അനുഭവിക്കുന്ന ഒരു സമയത്ത് ട്രംപ് സ്റ്റീൽ മുതലായ ഉൽപ്പന്നങ്ങളുടെ മുകളിൽ ചുങ്കം ചുമത്തുകയാണെങ്കിൽ നമുക്ക് അമേരിക്കൻ മാർക്കറ്റ് നഷ്ടപ്പെടുകയും അതുവഴി നമ്മുടെ ഇന്ത്യൻ സ്റ്റീൽ വ്യവസായത്തിന് വലിയ തിരിച്ചടിയാകുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് കുറെ വിട്ടുവീഴ്ചകൾ ഇന്ത്യ ചെയ്യണം എന്നുള്ളതാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നത്. അപ്പൊ ഇലക്ട്രോണിക്സ് മേഖല ട്രംപിന്റെ ഈ ഭീഷണിയെ നേരിടാൻ വേണ്ടി ചില പുതിയ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. യു എസിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോണുകൾ, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, വെയറബിൾസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, IT ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ, സെർവറുകൾ, എയർ കണ്ടീഷണറുകൾ, ഇതിലൊക്കെ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നാണ് ഈ മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്നത് ഗവൺമെന്റിനോട്.
യു എസിൽ നിന്നും അവർ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സ്, സ്മാർട്ട് ഫോണുകൾ, ടെലികോം എക്യുപ്മെന്റ്സ്, വെയറബിൾസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, IT ഹാർഡ്വെയർ പ്രോഡക്ട്സ്, സെർവറുകൾ, എയർ കണ്ടീഷണറുകൾ. അപ്പൊ ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ഇന്ത്യ ചുമത്തിയിരിക്കുന്ന ചുങ്കം അല്ലെങ്കിൽ ടാരിഫ് പൂർണ്ണമായിട്ടും എടുത്ത് കളയുക എന്നുള്ളതാണ് ഒരു പ്രപ്പോസൽ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ടാരിഫ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ പ്രയോജനം ഉണ്ടാക്കി വെക്കും എന്ന് അവർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പ്രപ്പോസലാണ് അവർ പറയുന്നത്. ഗവൺമെന്റ് അത് എത്രത്തോളം പിന്നെ പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കും അല്ലെങ്കിൽ നടപ്പിലാക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. കാരണം എപ്പോഴും ഒരിക്കലും അങ്ങനെ സാധിക്കത്തില്ല. പ്രപ്പോസൽ ഉണ്ടാകും, സജഷൻസ് ഉണ്ടാകും, അത് കുറേയൊക്കെ ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യും. കാരണം ഗവൺമെന്റിന് പൂർണ്ണമായിട്ടും ആ, പല പ്രായോഗികമായിട്ടുള്ള റിയൽ പൊളിറ്റിക്കിന്റെ, പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതെല്ലാം കണക്കിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിലെ സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇലക്ട്രോണിക്സ് സ്മാർട്ട് ഫോൺ കയറ്റുമതി. അപ്പൊ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഈ പറഞ്ഞ മേഖലകളിലൊന്നും തന്നെ കാര്യമായിട്ടുള്ള കയറ്റുമതി ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ ഉൽപ്പന്നങ്ങളുടെ മുകളിലുള്ള താരിഫുകൾ ഒഴിവാക്കിയാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, അത് നമുക്ക് പ്രയോജനമായിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ആ താരിഫുകൾ നമ്മൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് സ്മാർട്ട് ഫോൺ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക തിരുവ ചുമത്താൻ സാധ്യതയില്ലാത്തത് കൊണ്ട് നമ്മുടെ കയറ്റുമതി കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇവർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സ് അല്ലെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ആപ്പിൾ, ഫോക്സ്കോൺ, ഡിക്സൺ തുടങ്ങിയ പ്രമുഖ സ്മാർട്ട് ഫോൺ പ്രൊഡക്ട് പ്രൊഡ്യൂസേഴ്സ്, മാനുഫാക്ചറേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അതെല്ലാ മേഖലകളിലും ഉണ്ട്. ഓട്ടോമൊബൈൽസിനെ പ്രതിനിധീകരിക്കാനുണ്ട്, ഇപ്പൊ IT മേഖലയെ പ്രതിനിധീകരിക്കാനുണ്ട്, ഇൻഷുറൻസിനെ പ്രതിനിധീകരിക്കാനുണ്ട്, സ്റ്റീൽ വ്യവസായത്തെ പ്രതിനിധീകരിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ മേഖല സെക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ സെക്ടറിനെ പ്രതിനിധീകരിക്കാൻ ഒരു അപ്പെക്സ് ബോഡിയാണ്. അപ്പൊ അതുപോലെ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ മേഖലയെ പ്രതിനിധീകരിക്കുന്ന അതിനകത്തിൽ ആപ്പിൾ, ഫോക്സ്കോൺ, ഡിക്സൺ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാർട്ട് ഫോൺ മാനുഫാക്ചറേഴ്സും ഉണ്ട്. അപ്പൊ അവരെ കൂടെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അവരെ കൂടെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ ICEA, ഇന്ത്യൻ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, മാർച്ച് 1 ഈ പറഞ്ഞ വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്, നമ്മുടെ കൊമേഴ്സ് മിനിസ്ട്രിക്ക് ഈ ഒരു പ്രപ്പോസൽ പ്രതിപാദിച്ചിട്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പം നിലവിൽ അറ്റ് പ്രസന്റ് 16.5% നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ പറഞ്ഞ ഇലക്ട്രോണിക് സ്മാർട്ട് ഫോണുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേളിൽ നമ്മൾ ചുമത്തുന്ന ചുങ്കം, അതായത് ബേസിക് കസ്റ്റംസ് തീരുവ എന്ന് പറയും, അടിസ്ഥാന കസ്റ്റംസ് തീരുവ BCD, അതും സർചാർജുമാണ്. അപ്പോൾ 16.5% ബേസിക് ചാർജും ബേസിക് കസ്റ്റംസ് ചാർജും അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ സർചാർജും. അപ്പോൾ അത് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന്, കാരണം നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് വളരെ മാർജിനലായിട്ടുള്ള അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വൻതോതിൽ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ തീരുവ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറഞ്ഞ മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് വലിയൊരു പിന്നെ ഉണർവ് അല്ലെങ്കിൽ വലിയൊരു വ്യത്യാസം അല്ലെങ്കിൽ വലിയൊരു വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അന്താരാഷ്ട്ര ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ഐഫോൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺസ് കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ ലോകത്തിലെ നമ്പർ 1 കമ്പനി ആയിട്ടുള്ള ആപ്പിളാണ്. അപ്പോൾ ആപ്പിളിന് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഉണ്ട്, സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ തീരുവ എടുത്ത് മാറ്റുകയാണെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നമുക്കെതിരെ തീരുവ ചുമത്താൻ വിസമ്മതിക്കുകയും തൽഫലമായിട്ട് നമ്മളുടെ ഈ സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതി, അമേരിക്കയിലുള്ള കയറ്റുമതി കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യത നമുക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവ് ബോഡീസ് അല്ലെങ്കിൽ എക്സ്പേർട്സ് പറയുന്നത്. അത് ഒരു കണക്കിന് ഒരു റിയാലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രപ്പോസലാണ് തീർച്ചയായിട്ടും. ട്രംപിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം ഓട്ടോമൊബൈൽസ് ആണ്. ട്രംപ് നേരത്തെ മുതൽ പറഞ്ഞത്, കാരണം ഓട്ടോമൊബൈൽസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ
ഈ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതല്ലാതെ അമേരിക്കയിൽ നമ്മൾ ഇങ്ങോട്ട് കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നില്ല. അപ്പം ഉള്ള ഇറക്കുമതിയുടെ മുകളിൽ നമ്മൾ ചുമത്തിയിരിക്കുന്ന ഈ പറഞ്ഞ തീരുവ എടുത്ത് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സ്, അല്ലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, സ്മാർട്ട് ഫോണ്, പിന്നെ ഈ ഓട്ടോമൊബൈൽസ്, സ്റ്റീൽ ഇൻഡസ്ട്രി, അപ്പം ഈ മേഖലയിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ, നമ്മുടെ കയറ്റുമതിക്ക് വർധനവുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയും സ്റ്റീല്, അലൂമിനിയം എന്ന് പറയുന്ന മേഖലയിൽ എന്ത് സംഭവിക്കുന്നത് നോക്കാം. US നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന തിരഞ്ഞെടുത്ത സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റീൽ, അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ തീരുവയും കുറയ്ക്കണമെന്നാണ് മറ്റൊരു ബോഡി, എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട ഓരോ റെപ്രസെൻറ്റേറ്റീവ് ബോഡീസ് അവർ വളരെ പോസിറ്റീവായിട്ട് ഇങ്ങനൊരു സ്റ്റെപ്പ് ഇന്ത്യ എടുക്കണം, തീരുവ കുറയ്ക്കണം. അപ്പം അങ്ങനെ തീരുവ കുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് പ്രയോജനകരമായിരിക്കും. നമ്മളുടെ എക്സ്പോർട്ടിനെ കൂടുതൽ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡിനെ കൂടുതൽ അത് പിന്നെ എൻകറേജ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികൾക്ക് നേരത്തെ തന്നെ ട്രംപ് 25% ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റീലിന്റെയും മറ്റു മെറ്റൽസിന്റെയൊക്കെ മുകളിൽ. അപ്പൊ അത് ട്രംപ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കും. അപ്പൊ അതിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെയുള്ള ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒന്നുകൂടെ പ്രീഎംറ്റീവ് ആയിട്ടുള്ള, മുന്നേ കൂട്ടിയുള്ള ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇന്ത്യക്ക് പ്രയോജനകരമായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയെ സഹായിക്കും എന്നുള്ളതാണ് ഈ റെപ്രസെൻറ്റേറ്റീവ് ബോഡീസും എക്സ്പേർട്സും എല്ലാം വിലയിരുത്തുന്നത്. $750 കോടി കയറ്റുമതി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഈ സ്റ്റീല്, അലൂമിനിയം ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പൊ അത് ട്രംപിന്റെ ഈ തീരുവ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അത് ട്രംപ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മേഖലയെ വളരെയധികം ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റീൽ ഇൻഡസ്ട്രി ഓൾറെഡി വളരെ വീക്കെൻഡാണ്. കാരണം ചൈനയിൽ നിന്നും, സൗത്ത് കൊറിയ, ജപ്പാൻ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള വൻതോതിലുള്ള ഇറക്കുമതി കാരണം സ്റ്റീൽ ഇൻഡസ്ട്രി ഇവിടെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നയപരിപാടി ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ എക്സ്പോർട്ടിനെ, ഉള്ള എക്സ്പോർട്ടിനെ കൂടുതൽ ബാധിക്കുകയും ആ വ്യവസായത്തെ വൻതോതിൽ തകിടം മറിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പറഞ്ഞ ആൾക്കാർ ഇന്ത്യൻ ഗവൺമെന്റിനോട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് വെക്കുന്നത്. കാരണം ഓൾറെഡി നിലനിൽക്കുന്ന താരിഫുകൾ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് ദോഷമൊന്നും വരത്തില്ല. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ അതൊരു പിന്നെ ഇന്ത്യയുടെ എക്സ്പോർട്സ്, ഈ പറഞ്ഞ മേഖലകളിലൊക്കെയുള്ള എക്സ്പോർട്സിനെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസിന്റെ മുകളിലുള്ള തീരുവ കുറയ്ക്കണം. കാരണം US നിന്ന് ഇന്ത്യയിലേക്ക് കാറുകൾ ഇപ്പോൾ ഈ തീരുവ കാരണം കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കൻ ഓട്ടോമൊബൈൽ ബിസിനസ് മാനുഫാക്ചറേഴ്സിന് ഇന്ത്യയിൽ മാർക്കറ്റ് ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ടെസ്ല നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ ഷോറൂം തുറക്കാനുള്ള പദ്ധതിയിലാണ്. അപ്പൊ ഇതൊക്കെ ഈ ചുങ്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഈ ചുങ്കത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ടാരിഫിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ മേഖലയിലൊക്കെ പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഈ മേഖലയെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ ഗവൺമെന്റിനോട് അവരുടെ സജഷൻസ് അല്ലെങ്കിൽ റിക്വസ്റ്റ് പറയുന്നത്. പക്ഷേ ഈ ഓട്ടോമൊബൈൽസിനെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള ടാറ്റ, മഹീന്ദ്ര ഇതുപോലുള്ള പ്രമുഖ കമ്പനികൾ പറയുന്നത് ഇന്ത്യയുടെ ഇപ്പൊ ഇന്ത്യ അമേരിക്കൻ ഓട്ടോമൊബൈൽസിന്റെ മുകളിൽ ചുങ്കം താരിഫ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അമേരിക്കൻ ഓട്ടോമൊബൈൽസ് ഇങ്ങോട്ട് നമ്മുടെ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ മാർക്കറ്റ് വളരെ സ്റ്റേബിൾ ആണെന്നും ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ പ്രതിവർഷം 40 ലക്ഷത്തിലധികം വാഹനങ്ങൾ വിൽക്കാൻ സാധിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ടും പിന്നെ
അതുപോലെ അതുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇറക്കുമതി താരിഫ് കുറയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ടാറ്റ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതുപോലുള്ള പ്രമുഖ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അഭിപ്രായപ്പെടുന്നത്. കാരണം അത് അവർക്കൊരു ത്രട്ടാണ്, ഇല്ലേ? കാരണം നിലവിൽ നിൽക്കുന്ന അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഓട്ടോമൊബൈൽസിന്റെ മുകളിൽ ഇന്ത്യ ചുമത്തിയിട്ടുള്ള താരിഫ് കുറയ്ക്കുകയോ എടുത്തു മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദേശ കമ്പനികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഓട്ടോമൊബൈൽസ് കുറഞ്ഞ വിലയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കുകയും നമ്മളിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ മറ്റു വ്യവസായ മേഖലകളിലൊക്കെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ സ്റ്റേബിളായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പിന്നെ പച്ചപിടിച്ചു വരുന്ന നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള ഒരു നിലപാട് കൊണ്ടാണ് അവര് ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യും. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് മാത്രമല്ല, യൂറോപ്പിൽ നിന്ന്, ഇപ്പൊ ജർമ്മനിയിൽ നിന്നും അല്ലെങ്കിൽ ജപ്പാനിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ, സൗത്ത് കൊറിയ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഓട്ടോമൊബൈൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലെല്ലാം നമ്മൾ ടാരിഫ് ചുമത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ടാരിഫ് ചുമത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിനെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇത്രയും സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത് വളരെ സുസ്ഥിരമായി നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഈ താരിഫ് എടുത്തു മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൻതോതിലുള്ള ഓട്ടോമൊബൈൽ വെഹിക്കിൾസിന്റെ ഇമ്പോർട്ട് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ വാഹനങ്ങൾ വളരെ വില കുറച്ച രീതിയിൽ അവർക്ക് ഇവിടെ വിറ്റഴിക്കാൻ സാധിക്കുകയും അപ്പൊ ക്വാളിറ്റിയുടെയൊക്കെ കാര്യത്തിൽ അവർ വളരെ മുൻപന്തിയിലായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് നമ്മുടെ മാർക്കറ്റിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും അല്ലെങ്കിൽ കീഴടക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ അത് നമ്മുടെ ആഭ്യന്തര മാനുഫാക്ചറേഴ്സിനെ, ടാറ്റ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അല്ലെങ്കിൽ മാരുതി ഇതുപോലുള്ള നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും അവർക്ക് അവരുടെ മാർക്കറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനൊരു കമന്റ് അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ട്രംപിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന ലൈവാണ് ഇപ്പോഴും. കാരണം ഏത് സമയത്തും പുള്ളി നമ്മൾ പിന്നെ അതിനെ പോസിറ്റീവായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രംപ് നമുക്ക് പണി തരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പണി തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം കുടിക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ ഒരു പടി മുന്നോട്ട് നീങ്ങണം. അപ്പൊ അതുകൊണ്ട് ഈ മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട താരിഫുകൾ, ചുങ്കങ്ങൾ, നികുതികൾ പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റുക. അതുകൊണ്ട് ഇന്ത്യക്ക് ദോഷമൊന്നുമില്ല എന്നാണ് ഈ ഓരോ മേഖലയും റെപ്രസെന്റ് ചെയ്യുന്ന എക്സ്പേർട്ടുകളുടെ അല്ലെങ്കിൽ ബോഡീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരെ പ്രതിനിധീകരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റിന് കൊടുത്ത റിക്വസ്റ്റ് അല്ലെങ്കിൽ സജഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഹാവ് എ വണ്ടർഫുൾ ഡേ.